നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായകർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുമായി നിങ്ങളോട് കൂട്ടുകൂടാനെത്തുന്ന കൂട്ടിനൊരു പാട്ടിന്റെ 700ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ആഘോഷ തീർപ്പിലാണ് അല്ലേ? മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ, പ്രത്യേകിച്ച് ദൂരദർശന്റെ സംപ്രേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയാണ് കൂട്ടിനൊരു പാട്ട് ഈ 700ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ. ഇവിടെ നന്ദി പറയേണ്ടത് ഒട്ടനവധി ആളുകളാണ്. ആദ്യമേ തന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതുപോലെ തന്നെ ദൂരദർശന്റെ അണിയറ പ്രവർത്തകർ, നമ്മുടെ കൂട്ടിനൊരു പാട്ടിൽ ഓരോ ദിവസവും അതിഥികളായി വന്ന മാന്യ നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞർ, അതുപോലെ തന്നെ കുറേയധികം മ്യൂസിഷ്യൻസ്. അങ്ങനെ കിടക്കുകയാണ് നന്ദി പറയേണ്ട ലിസ്റ്റ്. തീർച്ചയായിട്ടും ആ ഹൃദയത്തിൽ ഊന്നിയ നന്ദി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അതെ, ഇപ്പോൾ 700ാമത്തെ അധ്യായമാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ അതിഥി തന്നെ വേണം അല്ലേ? മറ്റാരുമല്ല കേട്ടോ, മലയാള ഗാനലോകത്തെ പ്രശസ്തിയായിട്ടുള്ള പിന്നണി ഗായിക, അതിലുപരി മലയാള സിനിമയുടെ യശസ് ലോകമെങ്ങും ഉയർത്തിക്കാട്ടിയ നടന വൈഭവം ശ്രീ സുരേഷ് ഗോപിയുടെ, നമ്മുടെ സുരേഷ് ഏട്ടന്റെ പ്രിയ പത്നി, മാത്രമല്ല യുവതാരം ഗോകുൽ സുരേഷിന്റെ അമ്മ. അതുമല്ല, ഇനി മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച അഭിനേത്രികളിൽ ഒരാളായിരുന്ന പ്രശസ്ത അന്തരിച്ച പ്രശസ്ത നടി ശ്രീമതി ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകളുമായ രാധിക സുരേഷ് ഗോപി സ്വാഗതം ചെയ്യുന്നു കൂട്ടിനൊരു പാട്ടിലേക്ക്. രാധിക ചേച്ചി നമസ്കാരം. ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മാത്രം വിചാരിച്ചു, നമ്മുടെ എല്ലാ ആങ്കേഴ്സും കൊണ്ട് ഇന്ന് ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ജീനു, സരിത ആൻഡ് അപർണ. നമ്മൾ തുടങ്ങല്ലേ? കൂട്ടിനൊരു പാട്ട് ആരംഭിക്കല്ലേ? ചേച്ചി 700ാമത്തെ എപ്പിസോഡാ രാധിക ചേച്ചി, 700ാമത്തെ എപ്പിസോഡാണ് ഞങ്ങളുടെ. ഏകദേശം 4 വർഷമുള്ള ഞങ്ങളുടെ പ്രയാണമാണ്. ആ പ്രയാണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നും പറയല്ലേ നിങ്ങൾക്ക്? പിന്നെ ഇടയ്ക്ക് കൊറോണ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു ഇടയ്ക്ക്. അപ്പൊ ഞങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, കൂട്ടിനൊരു പാട്ട് എവിടെ, കൂട്ടിനൊരു പാട്ട്. അതായത് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. അല്ല, പലപ്പോഴും പല പ്രതിബന്ധങ്ങളും വന്നിട്ടപ്പോഴും നമ്മളെ അതിനെല്ലാം തരണം ചെയ്താണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെ, നമ്മുടെ രാധികച്ചി ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി പറയൂ, ഞങ്ങളുടെ 700ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയപ്പോൾ എന്താ തോന്നുന്നത്? ഈ പ്രോഗ്രാം ഞാൻ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. കുറേ എനിക്കറിയുന്ന കുറേ സിംഗേഴ്സും ഒക്കെ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പിസോഡ്സൊക്കെ. പിന്നെ 700ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇതുവരെ എത്താൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കീബോർഡ് നമ്മുടെ റെജി ബ്രോ ഇവിടെ ഉണ്ട്. അതുപോലെ ഇന്ന് ഇവിടെ നമുക്ക് കൂടെ ഓർക്കസ്ട്രേഷൻ വായിക്കുന്ന നമ്മുടെ ജയേഷ്, അതുപോലെ വിനില്, അതുപോലെ നിതിൻ. നമുക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ചേച്ചി ഇവിടെ പാട്ട് പാടി തുടങ്ങാന്നുള്ളതാ പരിപാടി. ശരി, അപ്പൊ ഏത് പാട്ടാ ആദ്യം പാടുന്നത്? ഏത് പാട്ടാ നമുക്ക് ചേച്ചിയുടെ ഇഷ്ടമുള്ളൊരു സോങ്? ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ്. എന്നാലും അതിൽ ആരോ വിരൽ മീട്ടി എന്നുള്ള സുരേഷ് ഏട്ടന്റെ സിനിമ, അതിൽ തുടങ്ങാം. പ്രണയവർണ്ണങ്ങൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. ആരോ
വെണ്ണിലാവ് പോലും നിനക്കിന്നിരിയും വേനലായി വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം പൂവൽ കിളിയായി നീ ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം പാതിമാഞ്ഞ മഞ്ഞിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാറ്റിൽ മിന്നിമായും വിളക്കായി കാത്തു നിൽപ്പതാരേ നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമായ്ക്കുമൊരു പാവം കണ്ണീർ മുകിലായി നീ ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാദ്രയായ സന്ധ്യേ സ്വീറ്റ് വോയിസ് ആയിരുന്നു അല്ലേ? അല്ല എനിക്ക് പറയുന്നത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, ഇനി അങ്ങോട്ട് പാടണം. ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. എന്താ പ്രത്യേകത എന്നറിയോ? എന്താ ചേച്ചി പറയും? അതെ, ഞാൻ ആദ്യമായിട്ട് പ്ലേ ബാക്ക് പാടിയത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ള സിനിമയിലാണ്. അതിൽ ഞാൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മ്യൂസിക്കിൽ പാടിയ പാട്ടാണ്. ഞാനന്ന് 9th സ്റ്റാൻഡേർഡിലായിരുന്നു. ചൈൽഡ് വോയിസ് ആണ് ഞാൻ പാടിയത്. ശ്രീ എം ജി ശ്രീകുമാർ, ശ്രീ ജി വേണുഗോപാൽ, ചിത്ര ചേച്ചി ഇവരുടെ കൂടെയാണ് ഞാൻ പാടിയത്. ഞാൻ ചൈൽഡ് വോയിസ് ഞാൻ പാടി. ചിത്ര ചേച്ചിയും മെച്ചൂർ ആയിട്ടുള്ള ചിത്ര ചേച്ചി, അതായത് അച്ഛൻ, അമ്മ, ഒരു അങ്കിൾ, ഒരു കുട്ടി. അതെ അതെ നമുക്കുണ്ട്. പിന്നെ ശങ്കർ, മേനക ചേച്ചി ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ സിനിമ എനിക്ക് അത്ര ഓർക്കാൻ പറ്റില്ല. 1985 40 വർഷമായിട്ട് പിന്നീട് ഗായികയായിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പം 1985 ശേഷം പിന്നീട് 89 വീണ്ടും പിന്നെ ഇടയ്ക്ക് അതെ ഒരു മൂവിയിൽ കൂടെ പോയത് ശ്രീകുട്ടൻ ചേട്ടൻ്റെ കൂടെയാണ് പാടിയത്. പിന്നെ അഗ്നിപ്രവേശം എന്നാണ് ആ മൂവിയുടെ പേര്. അത് ഡ്യുവറ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും പാടി.
പക്ഷെ വേറൊന്നുണ്ട് ജീവിച്ചേ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ദൂരദർശൻ മാത്രമാണെന്ന്, ദൂരദർശന്റെ പാട്ടുകളൊക്കെ കാണാനായിട്ട് നമ്മൾ ഓടി വരും. നമ്മൾ കണ്ടു പഠിച്ചതൊക്കെ ദൂരദർശന്റെ പാട്ടുകളാണ്. ദൂരദർശൻ തുടങ്ങിയ സമയം ലോഞ്ച് ചെയ്ത ആ വർഷം തൊട്ട് പാടുന്ന ആൾക്കാരിൽ ഒരാളാണ്. അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, KP ഉദയഭാൻ സാറ് ആണ് ഞങ്ങളൊരു ടീമായിരുന്നു. അന്ന് ആദ്യത്തെ ഗ്രൂപ്പ് സോങ്ങിൽ ഞാനുണ്ട്. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് ട്രിവാൻഡ്രം നമ്മുടെ അപർണ സംഗീത അധ്യാപികയാണ്. അപ്പൊ അപർണ അടുത്തൊരു പാട്ട് പാടിയാലോ? ഇതാണ് ARM എന്ന മൂവിയിലെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ ഒരു പാട്ടാണ് പാടുന്നത്. അത് ഡിഫറെന്റ് ആണ്. സാധാരണ അപർണ ഇങ്ങനത്തെ പാട്ടുകളൊന്നും എടുക്കാറില്ല. ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് 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 ഉറങ്ങ്. നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനീ. എതിരെ നിന്നതേതുമേ താനെയങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടുതലോടിക്കൊണ്ട് കാറ്റില്ലേ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടും നീരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞു വരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉയർന്നു വാ ഉയർന്നു വാ കടകളെ നീ ഉടച്ചു വാ. ഉയർന്നു വാ ഉയർന്നു വാ ഉലകിനെ നീ ജയിച്ചു വാ. അപർണ ഞെട്ടിച്ച്. അതെ, തകർത്ത്. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാൻ സമയമായി. പിന്നെന്താ? ഏത് പാട്ടാ ഞങ്ങൾക്ക് പാടിത്തരാൻ?
ബാഹുമേ ചലയാവും ലതാജിയുടെ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും നെവർ എൻഡിങ് ആണത്. അതിൽ ഒരു ഇഷ്ടമുള്ള പാട്ട് ഓക്കെ. ബാഹുമേ ചലയാ ബാഹുമേ ചലയാ हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा ये आज का नहीं मिलन ये संग है उम्र भर का बाहों में चलिया हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा चले ही जाना है नजर चुरा के यूं फिर थामी थी साजन तुमने मेरी कलाई क्यों हाँ चले ही जाना है नजर चुरा के यूं फिर थामी थी साजन तुमने मेरी कलाई क्यों किसी को अपना बना के छोड़े ऐसा कोई नहीं करता बाहों में चले हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा कभी कभी कुछ तो कहो पिया हमसे ये कम से कम आज तो खुल के मिलो जरा हमसे कभी कभी कुछ तो कहो पिया हमसे ये कम से कम आज तो खुल के मिलो जरा हमसे ये रात अपनी जो तुम हो अपने किसी का भी हमें डर क्या बाहों में चले हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा ये आज का नहीं मिलन ये संग है उम्र भर का बाहों में चलिया हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा അടിപൊളി, സൂപ്പർ. രാധിക ചേച്ചിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ചേച്ചി ഇനിയും പാട്ട് വീണ്ടും 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 ഞങ്ങൾക്ക് വേണം. ചേച്ചി ഞങ്ങൾക്ക് മാത്രമല്ല, ചേച്ചി ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ? അതെ അതെ, ഒരു ലോങ് ഗ്യാപ്പ്, ഓൾമോസ്റ്റ് ഒരു 25 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ പണ്ട് പാടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദൂരദർശൻ ഉൾപ്പെടെ ഞങ്ങൾ പാടിയിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പല പല സ്കൂൾസിൽ നിന്നാണെന്ന് വന്നിരുന്നത്. അപ്പം ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റിലായി പല പല സ്ഥലത്തേക്ക് മാറി. പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കണ്ടു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ആദ്യം ചെറുതായിട്ട് ഞങ്ങൾ മാത്രം പാടിയിരുന്നു. പിന്നെ വാനമ്പാടികൾ എന്നുള്ളൊരു ഗ്രൂപ്പാക്കി. ഇപ്പം ഞങ്ങൾ പല പല അമ്പലങ്ങളിലും
ഇപ്പൊ അവര് ഹിറ്റാണ് സുധയാണ് കേട്ടോ. ഏത് അമ്പലം എടുത്താലും അവിടെ ഇവരുണ്ട്. അപ്പം ആരമ്പാടിയിലെ രാധികയല്ലേ? അതെ തീർച്ചയായിട്ടും അതൊരു സന്തോഷം തന്നെയാണ്. അത് നമ്മുടെ ദൂരദർശനിലും നിങ്ങളുടെ ഒരു ടീം അതെ അതെ ഞങ്ങള് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട്. ഭജൻസ് ആണല്ലേ ചേച്ചി? അതെ അതെ എല്ലാം ഇതാണ് ഡിവോഷണൽ സോങ്സ് ആണ് പാടുന്നത്. അതെ രാധിക ചേച്ചി ശരിക്കും വീട്ടിലൊരു സംഗീതമയമാണല്ലേ? കാര്യം സുരേഷേട്ടൻ പാടും നന്നായിട്ട്. ശരിക്കും നിങ്ങൾ ആരാ ഏറ്റവും കൂടുതൽ പാടാറുള്ളത് അവിടെ? പാടാറുള്ളത് ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ പഠിച്ചിട്ടില്ല, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര എന്താ പറയാനാ ആരാധനയാണ് പാട്ടുകാരോടായാലും. പാട്ടെന്ന് പറഞ്ഞ ഒരു ക്രേസാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പാട്ട് കേൾക്കും, വണ്ടിയിൽ പോകുമ്പോഴും ഇപ്പോൾ പാട്ട്. അങ്ങനെ പാട്ടിനോടുള്ള ഒരു ഇഷ്ടമാണ് കൂടുതൽ. സുരേഷേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഏട്ടന് കുറേ സോങ്സ് ഇങ്ങനെ പറയും. പാടുന്നൊരു പാട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. ഏട്ടന് സിന്ദൂരരേഖയിലെ പാട്ട് ഏട്ടൻ അത് അതിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് സ്റ്റേജിൽ പാടുന്നുണ്ടല്ലോ. ചേച്ചിക്ക് വേണ്ടി ഏതെങ്കിലും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഡോക്ടർ നരേന്ദ്രനായിരുന്നു. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇന്നലെ നരേന്ദ്രൻ അത് തന്നെയാണ്. അതെ 90s കല്യാണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന മൂവി അത് തന്നെയാണ് കല്യാണത്തിന് ശേഷം. കൂട്ടുപാട്ടിൽ അടുത്ത സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടല്ലേ? അതെ 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 1000 എപ്പിസോഡ് അതെ സംഭവിക്കട്ടെ. ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞു ശരി പറയാം. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് ആർക്ക് ഡെഡിക്കേറ്റ്? സുരേഷ് ചേട്ടൻ മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ആയിക്കോട്ടെ ശരി, നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഏത് പാട്ടാണ് ചേച്ചി? ഇത് ഓമിന തിങ്കൾ പക്ഷി എന്നുള്ളൊരു പാട്ടാണ്. അത് ശരിക്കും ഒരു ഉറക്കുപാട്ട് തന്നെയാണ്. അപ്പം എല്ലാ അമ്മമാരും പാടിയിട്ടുള്ള പാട്ട് തന്നെ ആയിരിക്കും. ലിറിക്സ് നോക്കിയല്ലേ? അതെ അതെ എപ്പോഴും ഓർക്കാം ആ താരാട്ട് പാട്ടാണെങ്കിൽ അതെ 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 വയലാർ എഴുതിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സോങ്സും ഹിന്ദിയും മലയാളം എല്ലാം അത്രയും മനോഹരമാണ്. അത് പാടാൻ ഒരു ചെറിയൊരു ശ്രമം. ഓ മനത്തിങ്കൾ പക്ഷി ഓ മനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെട്ടൊരു പാതിരാമുത്തിനു പേരെന്ത് ഓ മനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെട്ടൊരു പാതിരാമുത്തിനു പേരെന്ത് ഓ മനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെട്ടൊരു പാതിരാമുത്തിനു പേരെന്ത്
ഉല്ലസിരിക്കുവതാരോ ആരോ ഓ മനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെട്ടൊരു പാതിരാമുത്തിനു പേരെന്ത് നന്നായി, സൂപ്പർ. ശരിക്കും ഞാൻ നമുക്ക് ഇപ്പൊ കൂട്ടുപാട്ടിന്റെ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം എന്താ വെച്ചാൽ നമ്മൾ ഓരോ പാട്ടും സരിതേച്ചി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളോട് ഇവരൊക്കെ ഇഷ്ടംപോലെ ആളുകളോട് ഇടപഴകിയ ഒരാളുകളാണ്. കാരണം എത്രയോ ലെജൻസിനോട് എനിക്കൊന്നും ദാസേട്ടനോട് ഒപ്പം സരിതേച്ചി ഇതാണ്. അപ്പം ചേച്ചിയെ പോലെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളെ ചില അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത ആളുകൾ മുമ്പിൽ ഇരിക്കുകയാണ്. അവരുടെ അനുഭവങ്ങൾ മാത്രമല്ല ഈ പാടുന്ന ഓരോ പാട്ടിന്റെയും പഴയ ആളുകളൊക്കെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാവും. അവരൊക്കെ ഓർക്കാൻ പറ്റുന്നത് അല്ലേ സരിതേച്ചി? സത്യം. മാത്രമല്ല ഈ പഴയ പാട്ടുകളുടെ ഭംഗി എത്രയായാലും പുതിയ പാട്ടിന്റെ ഭംഗി ഇല്ല എന്നല്ല, പക്ഷെ എന്തോ ആ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള മനസ്സിനൊരു സുഖവും സന്തോഷവും. അത് മാത്രമല്ല ഞങ്ങളുടെ പ്രേക്ഷകർ ഇങ്ങനെ എന്താ പറയുക റിസർച്ച് ചെയ്യാണോ എന്നൊരു സംശയമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെടുത്ത് ചോദിക്കുന്നതും പഴയ പാട്ടുകളാണ്. ചില പാട്ടുകൾ നമ്മളിങ്ങനെ നമുക്കറിയില്ല, പക്ഷേ എത്രയോ പാട്ടുകളുണ്ട് മനോഹരമായ. കൂട്ടുപാട്ടിന്റെ ഭാഗമായതിനു ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ അത് ദൂരദർശന്റെയും ഇവരുടെയൊക്കെ പ്രേക്ഷകരുടെയൊക്കെ സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ് ഇവർ. കാര്യം നമ്മളിപ്പോ ഒത്തിരി തവണ ആയില്ല ഈ ഒരു കൂടൽ. അത് ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ്. ചേച്ചി എന്തോ പറഞ്ഞു? അപ്പൊ എന്താ ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടിത്തരുന്നത്? ചേച്ചി കൂടെ പിടിക്കണം. കൂടലും ചിത്രത്തില് ചേച്ചി പാടിയ ശ്രീയേട്ടന്റെ പാട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാം, നമുക്ക് എല്ലാവരും. ഓക്കെ. ചെമ്പഴുക്ക തൊണ്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പു കുലയ്ക്കണതാര്? അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കൊത്തൊടുവാന തൂവെളിച്ചം ചാറി വീണ മാമല ഞാനൊന്നു കണ്ടേ. ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരും നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലേ വാ കനവിലേ ചിറകുമാ പകരിലേ വഴികളിൽ വെയിലു പോലലയുവാ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ.
പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൽ ചുമരുകളിൽ നിറം പുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. കന്നിപ്പകലോനോ മിന്നിപ്പറന്നീട വെള്ളിച്ചെറുമേഘം തേരൊരുക്കി. പമ്മിച്ചിടുങ്ങീടും ചെല്ലച്ചെറു കൂട്ടം ഒന്നിച്ചതിൽ നാട്ടുപാതയേറി. പുതുമലർക്കാലം വിരൽ തൊടും നേരം ഇടനെഞ്ചോരം കൂടും. അതിരില്ലാതൻപിൻ മഴമെല്ലെ ചാറും. ഇളം വെയിലോ വഴിയരികിൽ മിഴിയിറുക്കി ചെന്നൊളിക്കും. എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുമാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരും നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമാ. പകലിലെ വഴികളിൽ വെയിലു പോലലയുവാ. വളരെ നന്നായിരുന്നു. ചേച്ചി സത്യമായിട്ട് രാധേച്ചി, അപ്പം ഗോകുലൊക്കെ പാടുവോ? അപ്പൊ ഞാനൊന്ന് ചോദിച്ചു. ഗോകുല് അങ്ങനെ അധികം പാടിയിട്ടില്ല. എല്ലാവർക്കും പാട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട്. മാധവും ഗോകുലും അധികം പാടിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ പെൺകുട്ടികൾക്ക് പാടാൻ പറ്റും. ഭാഗ്യ പാടുന്നുണ്ട്, മോള്. അവള് ഭാവനി ആണ്. ഭാവനി അങ്ങനെ പുറത്ത് പാടാൻ പറഞ്ഞാൽ അവൾ പാടിയിട്ടേ ഇല്ല. പിന്നെ മുകളിൽ നിന്നൊക്കെ കേൾക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ ഭാഗ്യ വെസ്റ്റേൺ ആണ്. ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ. ആരും പുറത്തോട്ട് അങ്ങനെ അധികം വന്നിട്ടില്ല. ചേച്ചി ശരിക്കും കുഞ്ഞിലെ പാട്ട് പഠിച്ചിരുന്നല്ലേ? ഞാൻ 5 വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചറിൻ്റെ അടുത്താണ് തുടങ്ങിയത്. പിന്നെ കുറേ വർഷം ഞാൻ അങ്ങനെ തന്നെ പഠിച്ചിരുന്നു. പിന്നെ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ കോളേജിൽ വന്നപ്പം ഓമനക്കുട്ടി ടീച്ചർ, മോഹനേന്ദ്ര സാർ തുടങ്ങി കുറേ ഞങ്ങളുടെ അതെ അതെ മ്യൂസിക് മെയിൻ ആണ്. അത് പാരമ്പര്യമായിട്ട് ദൈവം തന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ അമ്മയുടെ കുടുംബം ഒരു സംഗീത കുടുംബം തന്നെയാണ്. അമ്മൂമ്മയുടെ സിസ്റ്റർ എല്ലാവരും പാട്ടുകാരാണ്, മക്കള് പാട്ടുകാരാണ്. അതിന്റെ ഒരു തലമുറയുടെ ഒരാളാണ് ഞാൻ. ഈ ടീനേജ് സമയമുണ്ട്, ഇവിടുത്തെ ഹീറോയിൻസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഈ സിറ്റിയിലല്ലേ ചേച്ചി? നിങ്ങളൊരു ഗ്യാങ് ഉണ്ടല്ലോ. അതാ ഞാൻ പറയാം, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ദൂരദർശൻ തൊട്ട് എല്ലാം. ഇപ്പം എല്ലാം ഈ പേട്രിയോട്ടിക് സോങ്സ് അങ്ങനെയാണ് കൂടുതലും. എപ്പോഴും ഞങ്ങളിവിടെ ഒരു സജീവ സാന്നിധ്യം ആയിരുന്നു. അടുത്ത പാട്ട് ചേച്ചി പാടാം. ഇത് ഉൾക്കടൽ എന്നുള്ള സിനിമയിലെ ശരദിന്ദു ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടത് അതിൽ മരിച്ചുപോയി ഉർവശി ശോഭ. അത് ഏട്ടൻ്റെ ഏറ്റവും അധികം
ഇഷ്ടമുള്ള ഒരു നായിക ആയിരുന്നു എന്നിട്ട് എപ്പോഴും പറയും. അവർ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് സംഭവിച്ചതിൽ ഭയങ്കര ഒരു മനപ്രയാസമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതായിട്ട് അത്രയും ഇഷ്ടമുള്ളൊരു നായിക ആയതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ ഈ പാട്ട് പാടുന്നു. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയേണ്ട മനോഹരമായ പാട്ടുമാണ്. തീർച്ചയായിട്ടും ആ പാട്ട് കേൾക്കണം. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി അറിയാത്തൊരിടയന്റെ വേണുഗാനം അകലെ നിന്നെത്തുന്ന വേണുഗാനം ഹൃദയം കൊതിച്ചു കൊതിച്ചിരിക്കും പ്രണയ സന്ദേശം പകർന്നു പോകേ ഹരിനീല കമ്പള ചുരുൾ നിവർത്തി വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇനിയും പകൽ കിളി പാടിയെത്തും ഇനിയും ത്രിസന്ധ്യപൂ ചൂടി നിൽക്കും ഇനിയുമി നമ്മൾ നടന്നു പാടും വഴിയിൽ വസന്ത മലർക്കിളികൾ കുരവയും പാട്ടുമായി കൂടെയെത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ ഗ്രേറ്റ് എന്താ ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കും എന്തേ ചേച്ചി ഇനി പാടാത്തത്, ഞങ്ങൾക്ക് പാടിത്തരാത്തത്. ശരിക്കും അതിലൊരു സർപ്രൈസ് ഉണ്ട്. ശരിക്കും ഷാജി കൈലാസേട്ടന്റെ മകൻ ജഗന്റെ പടത്തിൽ ചേച്ചി വീണ്ടും പാടിയിരിക്കുകയാണ്. അതിപ്പം റീസെൻ്റ് ആയിട്ട് മോനൊരു പടം ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ മോനെ പോലെ തന്നെയാണല്ലോ. അപ്പം ഇങ്ങനെ ചോദിച്ചു ആൻറ്റി പാടാമോ എന്ന് ചോദിച്ചു. പേടിയായിരുന്നു, കാരണം എത്രയോ വർഷത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്. രഞ്ജിൻ രാജായിരുന്നു.
എന്തായാലും അതിനൊരു അവസരം കിട്ടി, സന്തോഷം. തിരിച്ചു കൊണ്ടുവന്നല്ലോ ഞങ്ങക്ക്. ഇനിയും അടുത്ത പാട്ടുകളൊക്കെ പാടിത്തരണം. പക്ഷെ എനിക്ക് വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ രാധ ചേച്ചി ഇവിടെ പാടുമ്പോൾ ഹിന്ദി സോങ്സ് ഞാനൊക്കെ മലയാളത്തിൽ എഴുതിയായിരിക്കും പാടുക. ചേച്ചി ഹിന്ദി സോങ്സ് ഹിന്ദി ആയിട്ട് തന്നെ പാടുക. അത് ഹിന്ദി പറഞ്ഞാൽ നമ്മൾ ദൂരദർശൻ ഫസ്റ്റ് തുടങ്ങിയത് ഹിന്ദി, ഡൽഹി അവിടുത്തെ ചാനലിലാണല്ലോ. അപ്പം നമ്മൾ കൊച്ചിലെ ഫുള്ള് സ്കൂൾ സമയത്തൊക്കെ കേൾക്കുന്നത് ചിത്രഹാർ അതൊക്കെയാണ്. അപ്പോൾ ഹിന്ദി സിനിമ, ഹിന്ദി പാട്ട് അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിന് ശേഷമാണല്ലോ ഇവിടെ നമ്മുടെ മലയാളം ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഹിന്ദിയാണ് കൂടുതലും അന്നൊക്കെ കേട്ടിരുന്നത്, വളരെ ചെറുപ്പമായിരുന്ന സമയത്ത്. ദൂരദർശൻ മയാണ്. ചേച്ചി ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഇവിടെ സാരിയെ കുറിച്ചൊരു സുന്ദരി മണി ഇരിപ്പുണ്ടല്ലേ, നമ്മുടെ വൈബ്രന്റ് ജീന ചേച്ചിയെ കൊണ്ട് ഒരു പാട്ട് പാടും. ചേച്ചി ഇപ്പൊ ഏത് പാട്ടാ പാടുന്നത്? ഞാൻ തങ്കത്തിങ്കൾ, ഇന്ദ്രപ്രസ്ഥം. നല്ല പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളൊക്കെ. അതെ, അങ്ങനെ അപ്പൊ ഞാൻ ഈ പാട്ട് എടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണല്ലേ. ചേച്ചി അധ്യാപികയാണ്. അപ്പം ഇംഗ്ലീഷ് അധ്യാപികയാണ്. പാട്ട് നിന്നും വ്യത്യസ്ത, എന്നാലും അല്ലേ ഗായകരെല്ലാം ഒരുമിച്ച് വരുമ്പോഴത്തേക്കല്ലേ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. തുടങ്ങാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെയുയരാൻ വാ. ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ നനയുമ്പോൾ ധിത്തന ധിത്തന ധിരന ധീന്തുരന ധിത്തന ധിത്തന ധിരന ധിത്തന ധിത്തന ധിരന ധീന്തുരന ധിത്തന ധിത്തന ധീരന. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ മെനയാം നനയാം, നീ
സന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിൽ ഒരു മോഹം അതിലിന്ദ്രനീലലയ ഭാവം കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞല പോലെ ഉലാവാം അമ്പിളി നാളം പതിയെ മീട്ടും ഒരു തമ്പുരു പോലെ തലോടാം. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ വിളിച്ചു അല്ലേ? പൊളിച്ചല്ലേ അത് ചേച്ചി. ശരിക്കും പറഞ്ഞാല് കൂട്ടുപാട്ടില് ഞങ്ങളെ കൂടാതെ അമൃത ചേച്ചിയുണ്ട്, അതുപോലെ അപർണ ചേച്ചി രണ്ടുപേർക്ക് എത്താൻ സാധിച്ചില്ല. അവരും നമ്മുടെ കൂട്ടുപാട്ടിന്റെ ഭാഗമായിരുന്നു. എല്ലാവരും ഇപ്പം വിചാരിക്കുന്നുണ്ടോ എന്തേ അവരെ അവിടെ ആരും പറഞ്ഞില്ല, അവർക്ക് എത്താൻ സാധിച്ചില്ല. മാത്രമല്ല കൂട്ടുപാട്ട് ഓരോ ഇത് പറയുമ്പം റെജി ബ്രോ അങ്ങനെ നമുക്ക് കീബോർഡാണ് കൂടെ ഉള്ളത്. ആ സമയത്ത് ലൈവായിട്ട് എല്ലാവരും ചോദിക്കും ഇത് ലൈവാണോ, അതെങ്ങനെ ഇത് പാടുന്നത്? പക്ഷെ ഒരു ഇത് എഡിറ്റും ഇല്ലാതെ നമ്മളത് ആ സമയത്ത് തന്നെ അവരിത് പാടുന്നു. ആ സമയത്ത് ആ വാക്കുകൾ കിട്ടുന്നു അല്ലേ, ലൈവിൽ വാക്കുകൾ കിട്ടാൻ ചേച്ചിക്ക് അറിയാമല്ലോ നമ്മൾ ഷോ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതെല്ലാം ഇതിന്റെ ടോട്ടൽ ഒരു ടെക്നിക്കൽ ക്രൂവിന്റെ സപ്പോർട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ പ്രൊഡ്യൂസർ സാറ്, നമ്മുടെ ഹെഡ് ഓഫ് ദി പ്രോഗ്രാംസ് സാറാണ് ക്യാപ്റ്റൻ. എല്ലാവരുടെയും കൂടെ ഒരു സഹകരണം ഒരുമിച്ചുണ്ടാകുമ്പോഴല്ലേ ഒരു പ്രോഗ്രാമിന് ഒരു വിജയം ഉണ്ടാവും. നമ്മളുടെ ആ ഒരു 45-50 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കോർഡിനേറ്റിംഗ് അല്ലെ, കോർഡിനേഷൻ ഒരുമിച്ച്. അതെ അതെ, അത് അങ്ങനെ ആയിരിക്കും, നമുക്കറിയാമല്ലോ തന്നെ. അതിലൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ്, എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, അടുത്ത പാട്ട് അതെ, അടുത്ത പാട്ട് നമുക്ക് സരിത ചേച്ചിയാണ് അല്ലേ? ആണോ? അല്ലേ? ആണല്ലേ? ചേച്ചിയാണ്. സരിജി, നമുക്ക് ഒരു അടിച്ചു പൊളിച്ച് തീർത്താലോ? നമ്മൾ പൊതുവെ എപ്പിസോഡ്സിൽ ലാസ്റ്റ് പറയും അടിപൊളി പാട്ട് പാടി. അടിച്ചുപൊളി പാട്ട് തന്നെ വേണം. അടിച്ചുപൊളി പാട്ട്. சாலை நடை சோலைது தானோ தேவ மகளோ தேர வருவானோ இருக்கிற மனங்களை இழுக்கிற கொத்து இது சுட சுட இருக்குது சுருதிய ஆட்டு மாசல்லா மாறு வேகம் மாசல்லா கூட்டு வந்து மாசல்லா வெண்ணிலாவே இது ஏனோ பார்த்தாயோ மாறுமோ நீலவானம் மாறுமோ நீண்ட தூரம் மாறுமோ நூறு வேகம் இது வயசில் சூதாட்டம் ரகத்துள்ள ரசிக்கிற வல்லா நீ அசப்புற கல்லா இருக்கிற மனங்களை இழுக்கிற குத்து இது சுட சுட இருக்குது சுருதியாட்டு கனவில கவிதைய எழுத முயல சில பழையன கழியது புரியல வரையது எரல வரல மின்சாரம் என் கையில் ஓடும் சும்மாவே தொட்டாலும் போதும் தொடவா யாரும் நேரங்கே அருகினில் வரவில்லை ரகத்துள்ள ரசிக்கிற வல்லா நீ அசப்புல கல்லா இருக்கிற மனங்களை இழுக்கிற குத்து இது சுட சுட இருக்குது சுருதி ஆட்டு ராகத்துள்ளா
റഹത്തുള്ള റഹത്തുള്ള ഹല്ല ഹൊയ്തുള്ള സമബല്ല ബല്ല ബല്ല ഹല്ല ഹൊയ്തുള്ള സമബല്ല ബല്ല ബല്ല ഇന്ന് വെയിലല്ല ഉടലില്ല ഉരുകി മഴയ ഒരു മഴയില്ല മനസ്സിത് മരുകി നന്നയ ലലലൈ 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 നാട്ടോറും എൻ മാനം മാറും സന്തോഷം കോപങ്ങൾ ആകും இருக்கிற மனங்களை இழுக்கிற குத்து இது சுட சுட இருக்குது சுருதி ஆத்து வாசல்லா மாறுவேகம் வாசல்லா கூட்டு வந்து வாசல்லா வெண்ணிலாவே இது ஏனோ பார்த்தாயோ மாறுமோ நீலவானம் மாறுமோ நீண்ட தூரம் மாறுமோ நூறு வேகம் இது வயசில் சூதாட்டம் കിടുക്കി കേട്ടാ നമ്മളെപ്പോഴും കൂട്ടൊരു പാട്ടിൽ വൈൻഡപ്പ് ചെയ്യുന്ന ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാടിയിട്ട് നല്ല എനർജി. അതാണ് ഇവരൊക്കെയല്ലേ ഞങ്ങളുടെ എനർജി ബൂസ്റ്റേഴ്സ്. ചേച്ചി പൊളിയാണ്, രക്ഷയില്ല. രാധികേച്ചി, ഞങ്ങള് കൂട്ടൊരു പാട്ട് ശരിക്കും നമുക്ക് ഈ ഒരു 700ാമത്തെ എപ്പിസോഡ് സ്പെഷ്യൽ എപ്പിസോഡിന്റെ വൈൻഡപ്പിലേക്ക് പോകേണ്ടതുണ്ട്. കാര്യം ഓരോ സമയം ഇങ്ങനെ പെട്ടെന്ന് സമയം പോകും. ഇതും പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സമയം പോയി. മാത്രമല്ല രാധിക ചേച്ചിയുടെ പാട്ടുകൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ എപ്പിസോഡ് അല്ലേ. നമ്മൾ അവര് വരുന്ന ഓരോ അതിഥികളുടെ പാട്ടുകൾ 700 പേര് വന്നു. അവരെല്ലാം പല പല മേഖലയിൽ നിന്നുള്ള പല നാട്ടിൽ നിന്നുള്ളവരാണ്. ആ നാടിന്റെ സ്നേഹമുണ്ട്. അതെ, പ്ലേബാക്ക് സിംഗേഴ്സിനെ പോലെ തന്നെ വെൽ നോൺ സിംഗേഴ്സിനെ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി. അവർക്ക് അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓരോ ദിവസം ഓരോ പുതിയ സിംഗേഴ്സ് ആണ്. ഇതിനകത്ത് വർഷങ്ങളോളം പാട്ട് നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൂട്ടൊരു പാട്ടിലൂടെയാണ്. കൂട്ടൊരു പാട്ടിലൂടെ വീണ്ടും അവസരങ്ങൾ ലഭിച്ചവരുണ്ട്. ശരിക്കും അവർക്കെല്ലാം പ്രചോദനമാണ്. അപ്പോൾ സങ്കടത്തോടു കൂടി പറയട്ടെ, 200 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ സങ്കടത്തോടൊന്നും പറയാതെ ഇപ്പോൾ സങ്കടം മാത്രം. കാര്യം എനിക്ക് നമുക്ക് നിർത്തിട്ട് പോകാൻ താല്പര്യമില്ലല്ലോ. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ രാധിക ചേച്ചി ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിയെന്നുള്ളതാണ്. പൊതുവെ ചേച്ചി അധികം ആളുകളത്ത് മിങ്കിൾ ചെയ്യാണ്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ നമ്മൾ ഇത്രയും സംസാരിപ്പിച്ചു. അല്ലെ ചേച്ചി, എന്ത് തോന്നുന്നു? എനിക്കും വളരെ സന്തോഷമായി. നിങ്ങളെയൊക്കെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, അതേപോലെ പാടാൻ പറ്റി. ഇതെല്ലാം എനിക്ക് ഒരു വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതൊരു നമുക്കൊരു ലോങ് ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പഴയ അനുഭവം, പഴയ ഓർമ്മകളും ഒക്കെ വരും. പ്രത്യേകിച്ച് ദൂരദർശൻ ആയതുകൊണ്ട് അതിലൊത്തിരി സന്തോഷം. പ്രേക്ഷകരോട് എന്താണ് പറയുക? കാര്യം ഇപ്പൊ ഇത് ലോകത്തിന്റെ നാനാഭാഗത്ത്, നേപ്പാള്, ഓസ്ട്രേലിയ, അല്ല ഞങ്ങൾ വിളിക്കാറുണ്ട്, സ്ഥിരം വിളിക്കാറുണ്ട്. അവിടുന്നൊക്കെ സ്ഥിരം കോൾ വരാറുണ്ട്. നോർത്ത് ഇന്ത്യ, അവർക്ക് ഇതൊക്കെ അവരുടെ മലയാളം ചാനൽ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. ദൂരദർശനാണ് ഇപ്പോഴും എല്ലാവരുടെയും ആശ്രയം. പ്രേക്ഷകരാണല്ലോ എല്ലാ ഒരു പ്രോഗ്രാമിൻ്റെയും വിജയത്തിൻ്റെ പുറകിൽ. പ്രേക്ഷകരോടും എൻ്റെ സ്നേഹം, സന്തോഷം എല്ലാം ഞാനും അറിയിക്കുകയാണ്. എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചു, ഇതെനിക്ക് പങ്കെടുക്കാൻ പറ്റി. അതിൽ ഒത്തിരി സന്തോഷം. ഇതിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട രാധിക ചേച്ചിക്ക് 1000 നന്ദി. കാര്യം ഞങ്ങളുടെ ഈ 700ാമത്തെ എപ്പിസോഡ് ഇനി ഞങ്ങൾക്ക് 1000 കൂടെ മുമ്പോട്ട് പോകാനുള്ള എനർജി ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും അതിനൊരു ഭഗവാൻ എല്ലാ അനുഗ്രഹവും തരട്ടെ. താങ്ക് യു ചേച്ചി. രാധിക ചേച്ചിക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു നന്ദി, ഒരു കയ്യടിയിലൂടെ ഇപ്പോൾ കൊടുക്കാം അല്ലേ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചേച്ചി? തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്. ഈ 700 എപ്പിസോഡ് ശരിക്കും നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടാണ്, അതിഥികൾ തന്ന വലിയ സപ്പോർട്ടാണ്. ഞങ്ങൾ ഇനിയും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തും. നിങ്ങളുടെ മനസ്സിനെ വീണ്ടും സംഗീതമയമാക്കുവാൻ എല്ലാ സായാഹ്നത്തിലും ഞങ്ങൾക്ക് എത്താൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ ആ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അടിച്ചു പൊളിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുവിട്ടാൽ അതിലേക്ക് നന്ദി, നമസ്കാരം.